ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടപ്പോൾ ഹീറോയുടെ ചേട്ടാ ഹീറോയിനോട് കേട്ടായിരുന്നു എന്തടി പ്രശ്നം ഇല്ല ചേട്ടാ നടന്ന കാര്യം പറഞ്ഞു ചേട്ടാ എനിക്ക് ഷോക്കായിരുന്നു തെറ്റിദ്ധരിച്ച് പോയി ചേട്ടാ അതാണ് ഇത് നടന്ന കാര്യം ഹീറോയുടെ ചേട്ടാ പറയായിരുന്നു ശരിയടി തെറ്റിദ്ധരിച്ച എനിക്ക് അറസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയായിരുന്നു ഹീറോയ്ക്ക് വീടെല്ലാം ഒരുമാതിരിയായി ഹീറോയ്ക്ക് ശരി ഓക്കെ ചേട്ടാ എന്ന് പറയായിരുന്നു അങ്ങനെ ആയിട്ട് ഹീറോ ജിമ്മിനെ നോക്കി സൈറ്റ് അടിക്കുക ഡേ സേഫ് പോകാൻ തുടങ്ങി ഹീറോ ജിമ്മിനെ നോക്കി സൈറ്റ് അടിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇയറിൽ എക്സാം ഇനി സെക്കൻഡ് ഇയർക്ക് എക്സാമാണ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ ഹീറോയിൻ അങ്ങനെ ആയിട്ട് ഇങ്ങനെ പഠിച്ച് ഹീറോയിൻ ജിമ്മിനെ നോക്കിയപ്പോൾ സൈറ്റ് അടിക്കുക ജിമ്മിനെ കണ്ടിക്കാതിരിക്കുമായിരുന്നു അയാൾ വന്ന് ഹീറോയിൻ്റെ കൂടെ ഇരിക്കുക ജിമ്മിനെ കണ്ടിക്കാതെ പോവാണ് ഹീറോയിന് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് ഹീറോയിൻ നെക്സ്റ്റ് സെക്കൻഡ് ഇയർക്ക് എത്താൻ പോവാ പച്ചി എന്നെ ഹീറോയിൻ ജോലിയായിട്ട് പറയുന്നു ജിമ്മിനെ ഹീറോയിനെ കണ്ടിക്കാതെ ഇരിക്കുക ഹീറോയ്ക്ക് ടെൻഷനാവും പറഞ്ഞു ജിമ്മിനെ എന്നെ കണ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു ഹീറോയിൻ ജിമ്മിനെ കണ്ടിക്കാതെ പോയായിരുന്നു ജിമ്മിനെ ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു ഹീറോയിനെ അങ്ങനെ ഓയാരും ഹീറോയിൻ കൂടെ ഒട്ടിയോണ്ടിരിക്കുക ജിമ്മിനെ അത് നോക്കിക്കൊണ്ടുള്ളൂ അങ്ങനെ ജിമ്മിനിക്ക് കോൾ വന്നു ജിമ്മിൻ ചിരിച്ച് സംസാരിക്കുക അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഗേളിൻ്റെ പേര് കണ്ടായിരുന്നു അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു ആരാ ഇത് എന്ന് പറഞ്ഞ് അതിൽ പേര് മിയ എന്നുണ്ടായിരുന്നു ഹീറോയിൻ മിയ ആരാ ഇത് എന്ന് പറയായിരുന്നു മിയ ഈ പേര് ഞാൻ ജോക്ക് പറഞ്ഞ റിയൽ നെയിമിൽ മിയാത്തുണ്ടോ ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോയ്ക്ക് രസമായിരുന്നു അങ്ങനെ ജിമ്മിൻ ചിരിച്ച് പറയായിരുന്നു ഹീറോയിൻ്റെ കുഴപ്പമായിരുന്നു ആ നീ വാ എന്ന് പറയായിരുന്നു അങ്ങനെ ഓക്കെ എന്ന് പറയായിരുന്നു അങ്ങനെ ഓയ് നമ്മളെ മിയ ശരി ചേട്ടാ ഞാൻ അവിടേക്ക് പഠിക്കാൻ വരാം എന്ന് പറയുന്നു അത് കേട്ട് ഓക്കെ എന്ന് പറയായിരുന്നു നമ്മളെ മിയ ശരി ഓക്കെ ഞാൻ വരാൻ പോവാന്ന് ഞാൻ നെക്സ്റ്റ് അവിടെയാണ് സെക്കൻഡ് ഇയർക്ക് കൂടാൻ പോവാ എന്ന് പറയായിരുന്നു ശരിടാ നീ വാ എന്ന് പറയുന്നു അങ്ങനെ ഹീറോയിൻ റെസ്റ്റ് എടുത്തായിരുന്നു നെക്സ്റ്റ് കോളേജ് സ്റ്റാർട്ടാകാൻ പോവാൻ നമ്മളെ മിയ വന്നെത്തിയത് ജിമ്മിന് കൂടെ ജിമ്മിന് പറയായിരുന്നു ശരി ഡി എന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ട് മിയ വന്ന് ജിമ്മിനെ ഹാക്ക് ചെയ്തായിരുന്നു ഡാർലിങ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഹീറോയ്ക്ക് കടുപ്പായിരുന്നു മുറിച്ചിട്ട് ജിമ്മിനെ നോക്കി മുറിച്ചിട്ട് ഹീറോയി പോയായിരുന്നു ഇങ്ങനെ ഹീറോയിനോട്ട് വന്ന് ഹായ് എന്ന് പറഞ്ഞ് ഹീറോയിനെ ഹാക്ക് ചെയ്ത് ഹായ് എന്ന് പറയുന്നു ഹായ് എൻ്റെ പേര് മിയ ഞാൻ ഇവരെ ഇങ്ങനെ പറഞ്ഞു ഹീറോയ്ക്ക് ഇപ്പോൾ സമാധാനം ഓ അനീത്തിയാണോ അതേ എന്ന് പറയായിരുന്നു മിയാനെ കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സ് മതിയായി അങ്ങനെ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് നാളെ കോളേജ് സ്റ്റാർട്ടാകുന്ന മിയ പറഞ്ഞായിരുന്നു ശരി ഓക്കെ ആയിരുന്നു മിയക്ക് ഭയങ്കര ഹാപ്പിയായി മിയ ഹീറോയിൻ കൂടെ ഉണ്ടായില്ല ഹീറോയിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി ഹീറോയിൻ കൂടെ റൂം ഷെയർ ചെയ്യാൻ പറഞ്ഞ് മിയ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഇല്ല നിനക്ക് വേറെ റൂമുണ്ട് ശരി ഓക്കെ ഇറ്റ്സ് ഓക്കെ എൻ്റെ അടുത്ത റൂം അങ്ങനെ രണ്ടുപേരും ഇരുന്നായിരുന്നു ജിമ്മിനെ കണ്ട് ജിമ്മിയൊക്കെ കുറച്ച് കുഴപ്പമായിരുന്നു മാരേജ് കഴിച്ച് വൈഫും കൂടെ ഇരിക്കാൻ പറഞ്ഞ് വേറെ താഴെയായിരുന്നായിരിക്കും മിയനോട് നടന്ന കാര്യം പറഞ്ഞായിരുന്നു മിയക്ക് കുറച്ച് ടെൻഷനായിരുന്നു ചേട്ടനിക്ക് വേറെ പണില്ല ഇത്ര ബ്യൂട്ടിഫുൾ വൈഫ് ഉണ്ടായിട്ട് ഇവനിക്ക് എന്താ പ്രശ്നമോ എന്ന് പറഞ്ഞ് മിയക്ക് ടെൻഷനായിരുന്നു അങ്ങനായിട്ട് കോളേജിൽ പോകുന്നത് കാര്യം പറഞ്ഞായിരുന്നു മിയക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു രാവിലെ കോളേജ് സ്റ്റാർട്ടാകാൻ പോവാം മിയ എല്ലാവരോടും പറഞ്ഞു വിട്ടായിരുന്നു എനിക്ക് ചേട്ടനാണ് മിയ ഇങ്ങനെ വാ എന്ന് പറയായിരുന്നു അങ്ങനെ മിയ കോളേജിൽ വന്നായിരുന്നു മിയക്ക് അവിടെ കുറച്ച് വലിയ ഗേൾസ് ഉണ്ടായിരുന്നു മിയ കേൾക്കായിരുന്നു ഇവിടെ എന്താ പ്രശ്നം ഇല്ല മിയ ഇവിടെ എൻ്റെ ചേട്ടൻ്റെ പ്രശ്നമെന്ന് പറയായിരുന്നു ഈ രണ്ടും കണ്ട് ഷോക്ക് അടിക്കുക എന്താ നിറയെ ഗേൾസ് ഉണ്ട് ഞാൻ ചുമ്മക്ക് വെറുതെ പറഞ്ഞതായിരുന്നു അത് എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഏതോ ഒരു മിയ എന്ന് പറഞ്ഞു ഫിയാൻസിയോട് ചുമ്മാ വെറുതെ പറഞ്ഞു റിയൽ ലൈഫിൽ നീ ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അതിൽ അനു പറയായിരുന്നു എനിക്ക് ഷാക്കായിരുന്നു അനു പറയാനായിട്ട് അത് ഞാനിക്ക് യുവ കാട്ടിയതാ എന്നിട്ട് അനുവിനെ കാട്ടിയായിരുന്നു അത് എനിക്കൊരു ഡ്രാമ ഉണ്ടായിരുന്നു കൊറിയൻ ഡ്രാമ അതിൽ മിയാന്ന് പേരുടെ അതുകൊണ്ട് ഞാൻ മിയാന്ന് ഇട്ടതാ ശരി മിയ ശരിക്കായിരുന്നു ശരി ഓക്കെ ആയിരുന്നു അതിന് മിയ ശരി വാ എന്ന് പറഞ്ഞ് ഹീറോ വിളിച്ചോടെ പോയിരുന്നു അതിന് കുറേ ഗേൾസ് വന്ന് ഒട്ടിയിരുന്നു അതിൻ്റെ ഒരു വലിയൊരു റൗഡി മതി ഒരു ഗേൾ ഉണ്ടായി വലിയ ആളൊക്കെ അർജുൻ ഞാൻ പ്രൊപ്പോസ് അക്സെപ്റ്റ് ചെയ്തു എൻ്റെ ഗേൾ ഫ്രണ്ട് എവിടെ എന്ന് പറയായിരുന്നു അതിന് മിയ എന്നോട് പറയുന്നു മിയ പ്ലീസ് എൻ്റെ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഹീറോയ്ക്ക് കേട്ടായിരുന്നു ചേട്ടനാ പ്ലീസ് ചേട്ടൻ ആരാ എന്ന് കാട്ടിയായിരുന്നു മിയ ഫോട്ടോ കാട്ടിയായിരുന്നു വാവ് ഇവന് മോശമില്ല നീ എൻ്റെ ഗേൾ ഫ്രണ്ട് പറയായിരുന്നു മനസ്സിലായോ എന്ന് നീ എൻ്റെ ഫിയാൻസ് എന്ന് പറയണം മനസ്സിലായോ മിയ പ്ലീസ് മിയ എന്ന് പറയായിരുന്നു ശരി ഓക്കെ ആയിരുന്നു അങ്ങനെ മിയ മാറിക്കോ എന്ന് മിയ പറയായിരുന്നു എല്ലാ ഗേൾസ് മാറിക്കോ എന്ന് പറഞ്ഞു ഹീറോ വഹിച്ചിട്ടായിരുന്നു എല്ലാവരും ഗേൾസ് നോക്കിയായിരുന്നു മിയ വന്ന് സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നായിരുന്നു മിയ വന്ന് നടന്നുകൊണ്ട് വരായിരുന്നു എല്ലാ ബോയ്സ് എല്ലാം സൈറ്റ് അടിച്ച് നോക്കായിരുന്നു മിയ മാറിക്കോ എന്ന് പറയായിരുന്നു അങ്ങനെ എല്ലാ ഗേൾസ് മാറിക്കുമായിരുന്നു ആ റൗഡി ഗേളിൻ്റെ അടുത്ത് പോയായിരുന്നു അപ്പുറം ഊന്നിട്ട് നീ ഓടുന്നു പോ എന്ന് പറഞ്ഞ് മിയ വന്ന് ഡാർലിങ് എന്ന് പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ ഹാക്ക് ചെയ്ത് അർജുനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന മാതിരി ഫീലായിരുന്നു ബേബി നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ഇംഗ്ലീഷിൽ കേട്ടായിരുന്നു അർജുന കൺഫ്യൂസ് ആയിട്ട് നോക്കുമായിരുന്നു
ബേബി ഞാൻ ഡാർലിംഗ് മിയ വന്നു എന്ന് പറയായിരുന്നു. ഷാക്കായിരുന്നു. മിയ എന്ന് പറയായിരുന്നു. ഞാൻ ഗേൾസ് അതിൽ വന്ന് ഒരു ഗേൾ വന്ന് ഹീറോയിനെ കേട്ടായിരുന്നു. മിയ അതെ ഇവനെ ഉള്ളവർ മിയ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മിയാൻ്റെ കാലത്തിലുള്ളതിൽ പേര് നോക്കിയാലും മിയ എന്ന് പറഞ്ഞു. ഇവ ഫിയാൻസിയ ഇപ്പോൾ വന്നതാ എന്ന് പറഞ്ഞു. ഇവിടെ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇത് കേട്ട് എല്ലാ ഗേൾസ് ഹാർട്ട് അറ്റാക്ക് വന്ന മാതിരിക്കായിരുന്നു. മിയ കാണാൻ ബ്യൂട്ടിഫുൾ. ഹീറോ പറഞ്ഞ മാതിരിയുണ്ട് മിയ, അത്ര ബ്യൂട്ടിഫുൾ. ബാ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കണ്ടത്തെ കിസ് അടിച്ച് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അർജുനക്ക് കിളി പോയ മാതിരി ഫിയാനെ കണ്ട് മൊത്തത്തിൽ ഫ്ലാറ്റായി പോയി. വാവ് എന്ന് പറഞ്ഞ് വായ വളർന്ന് നോക്കിയായിരുന്നു. അങ്ങനെ മിയ ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ നോക്കി മുറയ്ക്കായിരുന്നു. എന്താണ് നറുക്ക് നീട്ടെ, അയ്യോ ഡാഡി ഇത് പറഞ്ഞു. അയ്യോ ഡാഡി എന്ന് പറഞ്ഞത് മിയ എന്ന് എല്ലാം പറഞ്ഞത് കേട്ട് ഷോക്കായിരുന്നു. റിയൽ ലൈഫ് മിയ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഷോക്കായിരുന്നു. ഡാഡി നടന്ന കാര്യം പറഞ്ഞായിരുന്നു. നീ ആരമ്മ എന്ന് പറയായിരുന്നു. മിയ പറഞ്ഞു ഞാൻ ജിമിൻ്റെ അനിയത്തി എന്ന് പറയായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകുന്നുണ്ട്. മിയക്ക് അർജുന് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. മിയ പോയി ഡാഡി മമ്മിനോട് പറയായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ മിയക്കും മമ്മി ഡാഡി പറയായിരുന്നു. അങ്ങനെ മിയക്കും എൻഗേജ്മെൻ്റ് ആയി. നെക്സ്റ്റ് മാരേജ് വെക്കാമെന്ന് പറയായിരുന്നു. അതിനായിട്ട് കൊറിയക്ക് ഹീറോയിൻ പോയിരുന്നു. അങ്ങനെ കൊറിയ സൈസ് ജിമ്മിനിക്ക് ഹീറോയ്ക്ക് മാരേജും ആയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. മിയക്ക് മാരേജിൻ്റെ കാര്യം മിയ പഠിച്ചിട്ടാവട്ട് മാരേജ് കഴിക്കാമെന്ന് ജിമ്മിൻ പറയായിരുന്നു. ഇവൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഇവൻ എന്ത് ജോലി ചെയ്യാമെന്ന്. അതിനെ പിന്നെ മാരേജ് കഴിക്കാതെ പറയായിരുന്നു. അങ്ങനെ ഓക്കെ എന്ന് പറയായിരുന്നു. മിയക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ നല്ല ഭയങ്കര ഫേമസ് ആയി മാറിയായിരുന്നു. അത് തന്നെ നല്ല ടാലൻറ്റുണ്ട് ബോയാണ്. അത് മാത്രമല്ല നിറയെ ഫേമസ് ജോലി നിറയെ പറഞ്ഞ ഫേമസ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. പറഞ്ഞ ഹീറോയിൻ ചേട്ടൻ പറഞ്ഞ നല്ല ടാലൻറ്റുള്ള ആളാണ്. അത് മാത്രമല്ല ഫാഷൻ ഡിസൈനാണ് ഹീറോയിൻ ചേട്ടൻ പഠിച്ചത്. അതുകൊണ്ട് ഫാഷൻ നല്ല ഫേമസ് ആവാൻ തുടങ്ങി. ഹീറോയിൻ ചേട്ടർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മിയോ അതെ ഫാഷൻ ഡിസൈനാണ് പഠിച്ചത്. അങ്ങനെ ഹീറോയ്ക്ക് ജിമ്മിനെ കാണുമ്പോൾ കടുപ്പായിരുന്നു. ഇവനെന്നെ ടച്ച് ചെയ്യുന്നില്ല, ഇവനെ വെച്ചിട്ട് ടാപ്പ് എന്ന് പറഞ്ഞ ഹീറോ ജിമ്മിനെ നോക്കി മുറയ്ക്കായിരുന്നു. ജിമ്മിനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, എന്താ നടക്കാൻ പോകുന്ന അറിയില്ല.